ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബ്രില്യൻറ്റ് പ്ലെയർ തന്നെയാണ് അനീഷ്. കാരണം ഒരു കോമണർ, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും തന്നെ ഇല്ലാതെ, അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെ ഇല്ലാതെ ഒരു സാധാരണക്കാരനായിട്ട് കയറി ഇത്രയും ദിവസം അത്രയും പേരോടൊപ്പം പല സ്ട്രാറ്റജീസും ഉപയോഗിച്ചു. നമ്മൾ ആ ഹൗസിൽ കണ്ടിട്ടുണ്ട് പലരും പല സ്ട്രാറ്റജീസ് പ്രയോഗിക്കുന്നത്. പക്ഷേ ഇത്രയധികം ഇങ്ങനെ സ്ട്രാറ്റജീസും അത് ഒരേ ഒരു ട്രാക്കിൽ തന്നെ പോയിക്കൊണ്ടിരുന്ന് ഇത്രയധികം ദിവസം നിൽക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് സച്ച് എ ബ്രില്യൻറ്റ് പ്ലെയർ എന്ന് വെച്ചാൽ ഒരു സംശയം പോലും ഇല്ലാതെ പറയാം. ഇപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു 7-8 കണ്ടസ്റ്റൻസിനെ ആണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഒരു ടോപ്പ് 10ൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം ഭയങ്കരമായിട്ട് സന്തോഷം കാണിക്കുന്നു, ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നു, എല്ലാവരോടും കൂട്ടുകൂടുന്നു, എല്ലാവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു. അപ്പം അതിലും ഒരു പ്ലെയറിൻ്റെ ഒരു മെറ്റീരിയൽ പുള്ളി കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം അയ്യോ പാവം അനീഷ് എല്ലാത്തിലും ഇടപെടുന്നു എന്നുള്ളൊരു രീതിയിൽ, എന്നാൽ അതിലും ഒരു പ്ലെയറിൻ്റെ ഒരു മെറ്റീരിയൽ കാണിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാവരുടെ കാര്യങ്ങൾ അറിയുമ്പോഴും അവർക്ക് ഏതൊക്കെ തരത്തിൽ അവർ ജയിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അനീഷിനുണ്ടെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉള്ള വീഡിയോസൊക്കെ തന്നെ വീട്ടിലുള്ളതൊക്കെ നോക്കിയാൽ തന്നെ കാണാം, ഭയങ്കര അധികം കോമ്പറ്റീഷൻ സ്പിരിറ്റുള്ള ഒരു വ്യക്തി കൂടിയാണ് അനീഷ്. ഇപ്പം അനുമോളോട് പറഞ്ഞ ഒരു ലവിൻ്റെ കാര്യമാണെങ്കിൽ കൂടിയും നമ്മൾ വിചാരിക്കും പുള്ളിക്ക് തോന്നി അത് പറഞ്ഞു, അതിലെന്താണ് തെറ്റെന്ന് കരുതും. പക്ഷേ ആ ഒരു കാര്യം നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ അതിനുശേഷം പലരും റീ എൻട്രി നടത്തി, പഴയ പോയ കണ്ടസ്റ്റൻസൊക്കെ ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്ക് വന്നപ്പോൾ കൂടിയും പലരും പല കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ അനുവിനെ ആയിക്കോട്ടെ ഭയങ്കരമായിട്ട് മോശമാക്കുമ്പോഴും അദ്ദേഹം സ്നേഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നില്ല ഇങ്ങനെ കാര്യങ്ങളിൽ ഇടപെട്ട് ഇതൊരു മോശമാക്കരുത്, ഞാനത് പറഞ്ഞുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അവിടെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യില്ലേ, പക്ഷേ അവിടെ അനുവിനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരിത് കാണുന്നില്ല. ഇനിയിപ്പോൾ പുള്ളിയോട് ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടായോ, ഞാൻ അറിഞ്ഞില്ല, സത്യമായിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. അതും ഒരു സ്ട്രാറ്റജിയാണ്, ഒരു പ്ലെയറിൻ്റെ ഒരു ബ്രില്യൻറ്റ് ഗെയിം തന്നെയാണ് അവിടെ കാണുന്നത്.